ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് തിന്നു എന്ന് ഹബീബാ നബി പറഞ്ഞു. അപ്പം അന്ന് മനസ്സിലായില്ല, നാവ് കൊണ്ട് തിന്നു. നാവ് കൊണ്ട് തന്നെ തിന്നുക. പിന്നാണ് മനസ്സിലാവുന്നത് എന്ത് മനുഷ്യനെ അവനെ ജീവിക്കാനുള്ള അത് തിന്നൽ കൊണ്ട് ഉദ്ദേശം അവിടെ ജീവിക്കണം. തിന്നലും കുടിക്കലും ഒക്കെയിൽ പെടും, വാഹനവും വസ്ത്രവും ഒക്കെയിൽ പെടും, വീടും കുടിയൊക്കെയിൽ പെടും. അതിൻ്റെ മാനദണ്ഡം നാവായിരിക്കും. നാവാണ് ഒരാൾക്ക് ജീവിക്കാനുള്ള മാനദണ്ഡം. നാവാണ്. എല്ലാവരും അങ്ങനെയാവുക. എല്ലാവരും എന്തും നാവും, എന്തും എന്തും എന്തും. നിങ്ങളിപ്പോൾ ഒരു സാധനത്തിന് വേണ്ടി പോയാൽ ആ സാധനത്തിനെ നിങ്ങളെ അടിമക്ക് പിടിപ്പിക്കാൻ കഴിയുന്ന സെയിൽസ്മാനെ അവിടെ നിർത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്ര വലിയ പ്രേമം? നബി ആയതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്താണ് ഇത്ര വലിയ പ്രേമം? അവൻ അല്ലാഹു ആയതുകൊണ്ട്, സ്വർഗം തരുന്നതുകൊണ്ടല്ല. അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങളും നമ്മളും തമ്മിൽ എതിരാവുന്ന ഏരിയകളാണ് അതെല്ലാം. നമുക്ക് നബിയെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? നബി നമുക്ക് ശഫാഅത്ത് ചെയ്യും, അതാണ് ഇഷ്ടം. അവരങ്ങനെയല്ല, അവർക്ക് ശഫാഅത്ത് ചെയ്യും എന്നതല്ല. നബിയിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാം, അതാണോ ഇഷ്ടത്തിന് കാരണം? അല്ല. എന്തുകൊണ്ട്? എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാഹു റബ്ബുഹു തബാറക വ തആല അന്നഹു മുഹമ്മദ്. അതായത് അലൈക്കും അൻ തഹ്മദു, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മനുഷ്യനെ പ്രശംസിക്കൽ നിർബന്ധം. എന്താ പ്രശംസിക്കൽ എന്ന് ഇവിടെ പറയാൻ കാരണം? ഹംദുൻ ലൈസ വറാഅഹു ഹംദുക മൻ ലൈസ വറാഅഹു ഹുബ്ബുൻ ലക ഇയ്യാഹു ഫഅൻത മുനാഫിഖുൻ. ഒരാളെ നീ പ്രശംസിക്കുന്നു, അയാളോട് ഏതെങ്കിലും ഒരു താല്ലുക്കിൽ നിനക്കൊരു സ്നേഹം തോന്നിയിട്ടില്ലെങ്കിൽ ഈ പ്രശംസയിൽ നീ മുനാഫിഖായിരിക്കും. അപ്പോൾ പ്രശംസയുടെ ആധാരം സ്നേഹമാണ്. ഇല്ലെങ്കിൽ ആ പ്രശംസ നിഫാഖാണ്. മനസ്സിലായില്ല? ഒരു പ്രശംസ എന്ന് പറഞ്ഞാൽ പ്രശംസ രണ്ട് നിലക്ക് വരും. കാര്യലാഭത്തിന് വേണ്ടിയുള്ള പ്രശംസ, ഇവിടെ സ്നേഹം ഉണ്ടായിക്കോളുന്നില്ല. മന്ത്രിയെ പ്രശംസിച്ച്, ഭയങ്കരമായി പ്രശംസിച്ച് ഒരു നാട്ടുകാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദാഹരണം പറയാം. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവർക്കൊരു പാലം കിട്ടും. അതെല്ലാം അയാൾക്ക് പാസ്സാക്കി കൊടുത്തു. എല്ലാം അയാൾക്ക് സബ്മിറ്റ് ചെയ്തു, പേപ്പറുകൾ എല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചു. ഒരു സ്റ്റേജ് കെട്ടി, സ്റ്റേജിൻ്റെ മേലെ അദ്ദേഹത്തെ കയറ്റിയിരുത്തി. അദ്ദേഹത്തിന് ഈ നാട്ടിൻ്റെ എല്ലാ എന്താ പറയുക, ഈ കടലാസുകൾ, ഇവിടെ പാലം കെട്ടേണ്ടതാണ് എന്ന് തന്നെ മെമ്മോറാണ്ടോ കടലാസ് 10,001 ആളുകൾ ഒപ്പിട്ട രേഖ, ഇതെല്ലാം ഇയാൾക്ക് കൊടുക്കുക. പൊതുമരാമത്ത് മന്ത്രിയാണ്, ഇയാളാണ് പാലം കെട്ടേണ്ടത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അവിടെ 2-3 ആളുകളാണ് ഇനി അവിടെ ഉണ്ടാകുക. ഒന്നൊരു സ്വാഗത പ്രസംഗം, 2 അധ്യക്ഷൻ, പിന്നെ ഉദ്ഘാടന മന്ത്രി തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പം ഈ സ്വാഗതം നടത്തിയ ആളും അധ്യക്ഷൻ വഹിക്കുന്ന ആളും, 2 ആളും എന്താ പറയണത്? ഇദ്ദേഹമാണ് മന്ത്രി, ഇദ്ദേഹത്തെ പോലൊരു മന്ത്രി ഈ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല, അദ്ദേഹമാണ് പൊതുമരാമത്തിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെ. പൊതുമരാമത്ത് വകുപ്പിന് ഒരു അനക്കുണ്ടായത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതാ ഞാൻ തേറ്റു എന്ന് പറഞ്ഞ് തറക്കല്ലിടണതിന് മുമ്പ് തന്നെ മന്ത്രിസഭ പൊളിഞ്ഞടിന്ന് സങ്കല്പിക്കും. അയാൾ പിന്നോട്ട് MLA പോലും ആയതുമില്ല. നമ്മളപ്പുറത്തെ മഹലിലെ അവറാൻകുട്ടിയാണ് ഇയാൾ മന്ത്രി. മനസ്സിലായില്ലേ? പിന്നെ ഇതേ അവറാൻ നമ്മളെ അങ്ങാടിക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും സാധനം ഇല്ലാതായാൽ വാങ്ങാൻ വരും. രാവിലെ നടക്കാൻ പോവും. നമ്മളിങ്ങനെ ചായയും എന്താ പറയുക എള്ളുണ്ടി തിന്നാൻ നേരത്തെ മൂപ്പരയിലെ മുന്നിൽ കൂടി നടക്കും. തിരിഞ്ഞേ നോക്കൂല. എന്ത് അപ്പം നമ്മൾ പ്രശംസിക്കൽ
വേറെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അയാൾ ആക്സിഡന്റിൽ മരിച്ചു എന്ന് സങ്കല്പിക്കും. അന്നത്തെ വേറെ രണ്ടാമത്തെ പൊതുമരാമത്ത്. അപ്പോൾ നമ്മൾ പറയും നീട്ടിപ്പോയി. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ അടുത്ത മന്ത്രിൻ്റെ അടുക്ക് പായും. പൊതുമരാമത്ത് നമുക്ക് ആവശ്യം പാലാണ്, അല്ലാതെ അവറാൻകുട്ടി മഹാനാകലോ സാൻകുട്ടി നേതാവാകലോ മരിച്ചുകൊണ്ട് നമ്മൾ നട്ടലോ ഒന്നും ഉണ്ടാവില്ല. ആരോട്ട് നെട്ടൂല. നെട്ടിയാൽ പിന്നെ മുട്ടിക്കുളം അങ്ങനെ എണ്ണ പുറത്തിട്ടാണ്ട് ഒഴിക്കേണ്ടി വരും. ആരോട് നെട്ടൂല. നെട്ടിപ്പോയി എന്ന് പറയും. നെട്ടൂല, ആരും നെട്ടൂല. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ പ്രശംസകളാണ്. ലൈസ വറാഅഹു ശൈഉൻ മിനൽ ഹുബ്ബ്. അത് പണ്ട് രാഷ്ട്രീയ രംഗത്തിൻ്റെ, ഇന്നത് മതരംഗത്തും വന്നു കഴിഞ്ഞു. മിൻ അലാമാത്തി സാ, മനുഷ്യനെ ആവശ്യമില്ലാത്ത പ്രശംസിക്കുന്ന രീതികൾ ലോകാവസാനത്തിന് അടയാളങ്ങളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അന്ന് മനുഷ്യന്മാർ അവരുടെ നാവ് കൊണ്ട് തിന്നും എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് തിന്നും. യൗക്കുലുന്നാസു ബിഅൽസിനതിഹിം, മനുഷ്യന്മാർ അന്ന് ഭക്ഷണം കഴിക്കുക അവരുടെ നാവ് കൊണ്ടായിരിക്കും. നാവ് കൊണ്ട് ഭക്ഷണം കഴിക്കും. നാവ് കൊണ്ട് ഭക്ഷണം കഴിക്കും. ഈ ഹദീസ് ആദ്യമായി ഞാനൊരു 10-15-20 കൊല്ലം മുമ്പ് ഈ ഹദീസ് പഠിക്കുമ്പോൾ എനിക്കത് മനസ്സിലായില്ല. നാവ് കൊണ്ട് തിന്നു, നാവ് കൊണ്ട് തിന്നത്. ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് തിന്നു എന്ന് ഹബീബാ നബി പറഞ്ഞു. അപ്പം അന്ന് മനസ്സിലായില്ല. നാവ് കൊണ്ട് തിന്നു. നാവ് കൊണ്ട് തന്നെ തിന്നുക. പിന്നാണ് മനസ്സിലാവുന്നത് എന്ത് മനുഷ്യനെ അവനെ ജീവിക്കാനുള്ള, അത് തിന്നൽ കൊണ്ട് ഉദ്ദേശം അവിടെ ജീവിക്കണം. തിന്നലും കുടിക്കലും ഒക്കെയിൽ പെടും. വാഹനവും വസ്ത്രം ഒക്കെയിൽ പെടും. വീടും കുടിയൊക്കെയിൽ പെടും. അതിൻ്റെ മാനദണ്ഡം നാവായിരിക്കും. നാവാണ് ഒരാൾക്ക് ജീവിക്കാനുള്ള മാനദണ്ഡം. നാവാണ്. എല്ലാവരും അങ്ങനെയാവുക. എല്ലാവരും എന്തും നാവും, എന്തും എന്തും ഇപ്പോൾ ഒരു സാധനത്തിന് വേണ്ടി പോയാൽ ആ സാധനത്തിനെ നിങ്ങളെ അടിമക്ക് പിടിപ്പിക്കാൻ കഴിയുന്ന സെയിൽസ്മാനെ അവിടെ നിർത്തുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചില ദാക്കിര്യങ്ങളായ ചില കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വിരിക്കുക, എന്നിട്ട് വിരിപ്പിലിരിക്കുക. എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യും, സാധനങ്ങൾ ഇട്ട് തരും, മിണ്ടൂല, അവർ ദിക്റിലായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ദിക്റിലായിരിക്കും. അവർ അത് ചൂണ്ടിയാണ്. അതായത് ഒരു കച്ചവടം കഴിയുന്നതിനിടയിൽ 1-2 വാക്ക് മുണ്ടി ഇതിന് മീറ്ററിന് എത്ര, അപ്പം ഇത്രയും പറയും. മറ്റു വേറെ നിർത്തും, മീറ്ററിന് എത്ര അപ്പം എത്ര മീറ്റർ, മിണ്ടൂല, ഒരു ദിക്റിലായിരിക്കും. ഞങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയാണ്. ഞാൻ 1980-കളിലാണ് ഇത് കണ്ടിട്ടുള്ളത്, 80 ലാസ്റ്റ്. അപ്പം ഇന്നിപ്പോൾ ഒരു സെയിൽസ്മാനെ നിർത്തണമെങ്കിൽ ആ സെയിൽസ്മാൻ എന്ത് നീളം വേണം, അല്ലേ? സത്യമല്ലേ? നാവിന് നിങ്ങളുള്ള സെയിൽസ്മാനെ നിർത്തുള്ളൂ. അങ്ങനെ അവ ചുരുക്കത്തിൽ എത്തി തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല, അവർക്ക് ലാഭം ഉണ്ടാക്കാനാണ് താല്പര്യം. ഏത് രംഗവും ഇന്ന് നാവാണ് ആധാരം. ഏത് രംഗം നാവാണ് ആധാരം. എന്തിനും. പിന്നെ നാവ് മാത്രമുള്ള വിഭാഗം വേറെയുണ്ട്. അവർക്കൊരു വരുമാനമില്ല, അവർക്കൊരു ടൂളും ഇല്ല. കൈക്കോട്ട് കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്, രാവിലെ വെട്ടത്തി കൊണ്ട് ഇറങ്ങുന്നവരുമുണ്ട്, താക്കോലും കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്, നാവും കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്. ചിലതിൽ അവരുടെ വരുമാനം മാർഗം നാവാണ്. അപ്പോൾ എന്തിനെ അവർ പ്രശംസിക്കും? വസ്തുവിനെ പ്രശംസിക്കും. എന്തിനെ പ്രശംസിക്കും? ആളെ പ്രശംസിക്കും. ഈ പ്രശംസയുടെ പിന്നിൽ വരുമാനം മാത്രമായിരിക്കും. ഇത് മുഹമ്മദ്, ഇവിടെ മുഹമ്മദ് പറഞ്ഞാൽ പ്രശംസിക്കാൻ നിർബന്ധിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ മനുഷ്യനെ പ്രേമിക്കാനും നിർബന്ധമായിരിക്കും. എന്തുകൊണ്ട്? പ്രേമമില്ലാത്ത പ്രശംസ നിഫാഖാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ട് പറഞ്ഞു. പ്രേമമില്ലാത്ത പ്രശംസ നിഫാഖാണ്. ഈ വ്യക്തിയോട് ആ അളവിലൊരു സ്നേഹം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ അയാളെ നിങ്ങൾ പ്രശംസിക്കുന്നത് നിങ്ങളെ താല്പര്യം മാത്രമാണ്, നിഫാഖാണ്. അപ്പോൾ വിദാദൻ സഫീൻ, ഒരുപാട് ആയത്ത് ഹദീസ് കൊണ്ട് നബിയെ പ്രേമിക്കണം. ഞാൻ പറയുന്നത് മുഹമ്മദിയത്ത് തന്നെ സ്നേഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം 2 നിലക്കാണ് കണ്ണികൾ. ഫഇന്നക മെഹ്റാബുൽ, എന്താണ് ഫഇന്നക മെഹ്റാബുൽ
ഉജൂദി വവജൂഹുഹാ ഫഇന്നക ബാബുൽ വസ്ലി ലിൽമുതഹഖഖ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്, മെഹ്റാബിൽ നിൽക്കുകയാണ്, ഉജൂദിൻ്റെ മെഹ്റാബിൽ നിൽക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അത് ഞങ്ങൾക്ക് രണ്ടർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നബിയിൽ നിന്ന് നബി മാത്രമായി ഖൽഖിൻ്റെ വജൂദുള്ള ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആരേയുള്ളൂ? നബിയുള്ളൂ. നൂറു നബിയിൽ മുസ്തഫ ഔ റൂഹു നബിയിൽ മുസ്തഫ. ഈ നൂറ് അള്ളാഹിനെ പ്രശംസിക്കുക. അർശിനെ പഠിച്ചിട്ടില്ല, കുർസീനെ പഠിച്ചിട്ടില്ല, കലമിനെയും ലൗഹിനെയും പഠിച്ചിട്ടില്ല, അർളിനെയും സമാഇനെയും പഠിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് ആ റൂഹ്? അത് അള്ളാഹും അറിയുന്ന ഒരു സംഗതിയിലാണ് ആ റൂഹ്. അതെവിടെയെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ഒരു ഖാലിഖും ഒരു ഖാലിഖ് തന്നെ, പക്ഷെ മഖ്ലൂഖ് അന്ന് ഒന്നേ ഉള്ളൂ. അതാണ് മുഹമ്മദ്. അന്ന് മനസ്സിലാവില്ല പറഞ്ഞത്. അന്ന് ആ ആളാണ് ആരെ പ്രശംസിച്ചത്? അള്ളാഹുവിനെ. ഇപ്പം നിങ്ങളെല്ലാവരും പ്രശംസിക്കാണ്ട് നിങ്ങൾക്ക് ഉജൂദ് വേണ്ടേ? ഉജൂദില്ലാതെ എങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ പ്രശംസിക്കുക? അഹ്മദി എന്ന ആൾ അഖ്ദമു ബിൽ ഹംദി ബിഹംദി ഖാലിഖിഹി ഖബല ജമീഇൽ മഖ്ലൂഖാതി വൽ മഖ്ലൂഖാതു കുല്ലുഹാ തവല്ലദത് മിൻഹു. എല്ലാ മഖ്ലൂഖുകളുടെയും മുമ്പ് അള്ളാഹുവിനെ പ്രശംസിച്ച ആളാണ് ആര്? മുഹമ്മദ്. എന്തുകൊണ്ട്? അന്നാ ആ ആൾക്കേ വജൂദുള്ളൂ. വൽ മഖ്ലൂഖാതു കുല്ലുഹാ തവല്ലദത് മിൻഹു. മുഹമ്മദ് എന്ന ആളിൽ നിന്നാണ് മഖ്ലൂഖാത്തുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആദ്യം ആളുണ്ടായി. അതാണ് അഹ്മദിയത്ത്. അഹ്മദിയത്ത് ഖാലിസാണ്. ആർക്ക്? അഹ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടങ്ങളിൽ ഞാനില്ല. നിങ്ങൾ ഉഷാറിലിരുന്നാണേ മനസ്സിലാവുള്ളൂ. കുറച്ച് പണിയുള്ള മനസ്സിലാക്കാൻ. അതായത് രണ്ട് റുത്തുബുണ്ട്. ഒന്ന് അഹ്മദിയത്തിൻ്റെ റുത്തുബയും ഒന്ന് മുഹമ്മദിയത്തിൻ്റെ റുത്തുബയും. അഹ്മദിയത്തിൽ നിഫാഖില്ല, മുഹമ്മദിയത്തിൽ നിഫാഖ് ഉണ്ടാവും ചെയ്യാം, ഉണ്ടാതിരിക്കും ചെയ്യാം. കയറിയിട്ടുണ്ടെങ്കിൽ കയറിയിട്ടുണ്ട്, നേരെ കയറിയിട്ടില്ലെങ്കിൽ കയറിയിട്ടില്ല എന്ന് പറയും. അഹമ്മദിയത്തിൽ നിഫാഖില്ല, മുഹമ്മദിയത്തിൽ നിഫാഖ് ഉണ്ടാവും ചെയ്യാം, ഇല്ലാതിരിക്കും ചെയ്യാം. എന്തുകൊണ്ട്? അഹമ്മദിയത്ത് ഫിഅലു മുഹമ്മദാണ്. ഫഹുവ ലാ യകൂനു മുനാഫിഖൻ വഹുവ ഖൽഖു തബാറക വതആല ഖാലിസ് മുഖ്ലസ്. അള്ളാഹുവിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ സൃഷ്ടിയാണ് ആര്? ഈ മുഹമ്മദ് എന്ന ആള്. ആ ആൾ അള്ളാഹിനെ പ്രശംസിക്കുന്ന മർത്തബയാണ് എന്ത്? അഹമ്മദിയത്ത്. അതിൽ എന്തില്ല? നിഫാഖ് ഉണ്ടാവില്ല. റസൂലുള്ള അള്ളാഹിനെ പ്രശംസിക്കുന്ന മർത്തബയാണ് എന്ത്? അഹമ്മദിയത്ത്. എന്താ അഹമ്മദിയത്തിനർത്ഥം? അള്ളാഹുവിനെ ഏറ്റവും പ്രശംസിച്ചവൻ. മുഹമ്മദിയത്ത് എന്നാലോ മറ്റുള്ളവർ പ്രശംസിക്കേണ്ടവൻ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ രണ്ടല്ലേ? ഓട്ടോറിക്ഷക്കാരൻ തന്നെ എന്തായി? കുട്ടിനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകണമെന്ന് തന്നെ പിന്നെ മകളെ കെട്ടിയത് നോക്ക്. ഓട്ടോറിക്ഷക്ക് സ്കൂൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെ പിന്നെ കിട്ടുകയും ചെയ്തു. മനസ്സിലായോ? അപ്പം വൈകുന്നേരം എന്ത് ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പറക്കൽ തുടങ്ങി. അപ്പോൾ വൈകുന്നേരം കയറി വന്നാൽ പിന്നെ ആരാണ്? താത്താൻ്റെ പുതിയാപ്പൻ. രാവിലെ എണീറ്റുണ്ട് ഓട്ടോറിക്ഷൻ്റെ സീറ്റൊക്കെ ഒന്ന് തട്ടിക്കുട്ടിയാൽ ഓൻ പറയും ഓട്ടോറിക്ഷ റെഡി ചെയ്യണം. പോനാരാ? ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നമുക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മളെ അപ്പുറത്തെ കുഞ്ഞുമേമ തന്നെയാണ് ആള്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ രണ്ട് ഹൈസിയത്തുണ്ടായി. താത്താനെ കൊണ്ടുനടന്ന് നടന്ന പിന്നെ താത്താനെ കിട്ടി. അപ്പോൾ രാത്രി വന്നാലും എന്തിനാ? അപ്പോൾ വന്നത് ഓട്ടോറിക്ഷക്കാരൻ അല്ല, വന്നത് ഓട്ടോറിക്ഷയിൽ തന്നെയാണ്. പക്ഷെ വന്നത് ഇപ്പോൾ വന്ന് കയറിയപ്പോൾ എന്താ പറയുക? അളിയൊക്കെ വന്നു. താത്താനൊപ്പം ആ രാത്രി താമസിക്കേണ്ട ആളാണ് അവളെ. നേരം വെളുത്ത് അതിരാവിലെ തന്നെ എണീറ്റ് ഇറങ്ങി ഓട്ടോറിക്ഷയൊക്കെ നോക്കി ഇറങ്ങി തുടച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഓട്ടോറിക്ഷ റെഡിയാണ് എന്ന്. അപ്പോൾ അവൻ്റെ സ്റ്റാൻഡ് താത്താൻ്റെ മാപ്പിള എന്നുള്ളതല്ല, ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നതാണ്. ഓരോന്നിനൊരു ഹൈസിയത്താണ്. ഒരാൾക്ക് ഒരുപാട് ഹൈസിയത്താണ്. അതാർക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും.
ഇപ്പോൾ ഞാൻ ദാറുൽ ഖുർആൻ്റെ ജനറൽ സെക്രട്ടറി അല്ല, ഇവിടുത്തെ പ്രിൻസിപ്പാളല്ല. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഉസ്താദാണ്. ഇനി ഓഫീസ് കഴിഞ്ഞ് അപ്പുറത്ത് പോയിരുന്നാൽ ഞാൻ അവിടുത്തെ സെക്രട്ടറിയാണ്. കുട്ടികളെ കടലാസം കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളാണ്. ഓരോ ഹൈസിയത്താണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രിൻസിപ്പാളല്ല ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്ന പ്രൊഫസറാണ്. അയാൾ തന്നെയാണ് ആരും പ്രിൻസിപ്പാൾ, അയാൾ തന്നെയാണ് സെക്രട്ടറി, ഒക്കെ ഒരാൾ. അങ്ങനെയാണല്ലോ. ഇവിടെ അഹമ്മദിയത്തിൻ്റെയും മുഹമ്മദിയത്തിൻ്റെയും രണ്ട് റുത്തുബുണ്ട്. ഒന്ന് അങ്ങോട്ടാണ്, ഒന്ന് ഇങ്ങോട്ടാണ്. ഈ അള്ളാഹുവിൻ്റെ ഖൽഖായ ഈ സൃഷ്ടി അള്ളാഹുവിനെ പ്രശംസിക്കുന്നത് കൊണ്ട് ആ സൃഷ്ടിക്ക് ലഭ്യമായ സിഫത്താണ് എന്ത്? അഹമ്മദിയത്ത്. അതിൽ നിഫാഖ് ഉണ്ടാവില്ല. തന്നെ പ്രശംസിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതി വേണ്ടുക വെച്ച് സൃഷ്ടിച്ച സൃഷ്ടിയാണ് ആര്? അഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ അള്ളാഹു തആലക്ക് സൃഷ്ടിയെ സൃഷ്ടി ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. അള്ളാഹു തആലക്ക് വേറെ ഒന്നിനും സൃഷ്ടിയൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഇതല്ലാഹ്ക്ക് ആവശ്യമല്ല, അത് അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് കയറി വരി, എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു തആല എന്തിനാണ് സൃഷ്ടി പഠിച്ചത്? എന്തിനാണ് അള്ളാഹു സൃഷ്ടി പഠിച്ചത്? എന്തിനാണ് അള്ളാഹു സൃഷ്ടി പഠിച്ചത്? സൃഷ്ടികളൊക്കെ കൂടെ കടലും കുറിച്ച് ഇങ്ങനെ സമ്മേളനം നടന്നുകൊണ്ടിരുന്നു. എന്തിനാണ് പഠിച്ചത്? ഒരു കല്യാണം കുറച്ച് നല്ല ബീഫ് ബിരിയാണി തിന്ന് ഇങ്ങനെ നടക്കട്ടെ. എന്തിനാണ് പഠിച്ചത്? എന്തിനാണ് സൃഷ്ടി അള്ളാഹു തആല പഠിച്ചത്? പറയും. ഓരോരുത്തരും ഓരോ കൊല്ലം തിരഞ്ഞെടുപ്പൊക്കെ നടത്തിയിട്ട് സമ്മേളനം ചാടിക്കളി നടത്തിക്കൊട്ടെന്ന് വിചാരിച്ചിട്ടു. എന്തിനാണ് പഠിച്ചത്? കുറേ യുദ്ധങ്ങളും കൊല്ലലും ഇതൊക്കെ ഇവിടെ നടത്തിയത് കുറച്ച് ചോരയൊക്കെ കാണട്ടെ വിചാരിച്ചു. എന്തിനാണ് അള്ളാഹു സൃഷ്ടി പഠിച്ചത്? ഇബാദത്തൊക്കെ നിങ്ങൾ പെരുപ്പി പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് അള്ളാഹുവിനെ പ്രശംസിക്കാൻ. പ്രശംസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം? നേരത്തെ പറഞ്ഞു, ഒരാളെ പ്രശംസിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് സ്നേഹം വേണം. സ്നേഹം ഉണ്ടാകണമെങ്കിൽ അയാളെ അറിയണം. അതാണ് മഅരിഫത്ത് ആവശ്യമെന്ന്. പ്രശംസ ആവശ്യമില്ല. അല്ലാഹുവനിയ സ്വമത, പക്ഷേ ഇഷ്ടമാണ്. ആവശ്യമൊന്നുമില്ല, നല്ല ഇഷ്ടം. അപ്പൊ അല്ലാഹു തആലക്ക് ഇവിടെ ഒന്നേ ഉള്ളൂ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഇബാദത്ത്? എന്താണ് ഇബാദത്ത്? നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നിടത്തിൽ മലയാളം പറയും. അല്ല, ഇബാദത്ത് എന്നാൽ എന്താണ്? ഇബാദത്ത് എന്നാൽ എന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പറയും. എന്താണ്? അല്ല, എന്താണ് അത്? മനസ്സിലായി? എന്താണ് ഇബാദത്ത്? നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് അപ്പോഴത്തേന് നിങ്ങൾ കച്ചവടം തുടങ്ങി. പിന്നെ റുക്കൂലെത്തിയപ്പോഴത്തേന് നിങ്ങൾ വൈകുന്നേരമായി പൈസ എണ്ണ തുടങ്ങി. പിന്നെ ഞങ്ങൾ സുജൂദ് കിടക്കുമ്പോൾ നാളെ രാവിലെ പർച്ചേസിന് പിന്നെ സാധനം കൊണ്ട് ഭയങ്കര തിരക്കാണ്, കച്ചവടം. 4ാമത്തെ റക്അത്ത് പൂർത്തിയാകുമ്പോഴത്തേന് നിങ്ങൾ 5 വർഷം കഴിഞ്ഞു കച്ചവടത്തിന്. അപ്പോഴത്തേന് നിങ്ങൾ അപ്പുറത്ത് വേറെ സ്ഥലം വാങ്ങി പുതിയ സൂപ്പർ മാർക്കറ്റ് ഇട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇതെന്ത് ഭാഗത്തങ്ങ? ഇതെന്ത് ഭാഗത്ത? കൂലി ഉണ്ടോന്ന്? കൂലി എന്ന് പറഞ്ഞാൽ എന്തും കൊടുക്കാൻ ബാക്കിയുള്ളവന് എന്ത് കൊടുക്കുമല്ലോ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമില്ലല്ലോ. എൻ്റെ കയ്യിലൊരാൾ ഇന്നലെ രാത്രി വന്നിട്ട് 100 കോടി ഉറുപ്പിക തന്നു സങ്കല്പിക്കുക. ഞാൻ അത് വിചാരിച്ച് ഇങ്ങോട്ട് ആരും പറഞ്ഞേക്കണ്ട. നിങ്ങൾ സങ്കല്പിക്കുക. എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി ഒരാൾ വന്നിട്ട് 100 കോടി ഉറുപ്പിക, 100 കോടി ഉറുപ്പിക ഇന്നലെ രാത്രി ഒരാൾ എൻ്റെ അടുത്ത് വന്ന് തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഉസ്താദേ, ജൂൺ അവസാനിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കൊടുത്തു തീർക്കണം. കുടുങ്ങുമല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നാളെ രാവിലെ 7:30 മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളടത്ത് കൂട്ടത്തിൽ എഴുതി വിട്ടു. ഉസ്താദിന്റെ പ്രധാനമായ സമ്മാനവും ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താ സങ്കല്പിക്കുക? നിങ്ങൾ വരുമ്പോൾ എന്താ? സാധാരണ നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമൂസയും ചായ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊരിച്ച പത്തിരി ചായയും, അല്ലെങ്കിൽ സുലൈമാൻ വന്നിട്ടുണ്ടെങ്കിൽ കിണ്ണത്തപ്പം ഒരു കഷ്ണവും ചായയും. ഇതൊക്കെയാണ് ഇവിടുത്തെ ചീരണികൾ. അപ്പൊ നിങ്ങൾ എന്താ എന്താ വിചാരിക്കുക? നിങ്ങൾ വിചാരിക്കുക എന്തേ മൂപ്പര വക ലഡു ഉണ്ടോ?
ആരെങ്കിലും വല്ല ലഡു കൊടുത്തിട്ടുണ്ടാവും. മൂപ്പർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് വേറെ എന്ത് കിട്ടിയാലും മൂപ്പർ ഒറ്റക്കനെ തിന്നും. മൂപ്പർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ലഡു മൂപ്പരിനും ഇല്ലാതെ തിന്നാൻ സാധ്യതയില്ല. അപ്പോൾ ആരോ ഒരു പെട്ടി ലഡു കൊടുത്തിട്ടുണ്ടാവും. ആ ലഡു കഴിക്കപ്പോൾ ഇത് നോട്ടീസിൽ ഇട്ടതെന്ന് വിചാരിച്ച് നിങ്ങൾ ലഡുവിനൊക്കെ കണക്കാക്കിയിട്ടാണ് നിങ്ങൾ വരിക. രാവിലെ പൊരേന്ന് എന്തെങ്കിലും വലിയ മധുരമുള്ള ചായയും കൊടുക്കുമ്പോൾ നിങ്ങൾ വരികയില്ല. മുസ്താൻ്റെ ഭാഗം എന്തോ ഒരു കാര്യമായി ഒരു ലഡു എന്തോ ഒന്നും തോന്നുന്നുണ്ട്, നിങ്ങൾ കലിച്ചാൽ മാത്രം കുടിച്ചു പോയി. ഞാൻ നിങ്ങൾക്ക് തന്നത് ഓരോരുത്തർക്ക് നൽകി 10 ലക്ഷം ഉറുപ്പിക വീതമാണ് എന്ന് നോക്കുക. 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം. അതിനിപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താ? ഈ 10 ലക്ഷം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്ത്? ഈ 10 ലക്ഷം കിട്ടാൻ നിങ്ങൾ ചെയ്തത് എന്താ? ഇവിടെ ഒരു ക്ലാസ്സിന് വരിക എന്നുള്ളതല്ലേ? നിങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് 1000 ഉറുപ്പികക്കല്ലേ അവകാശമുള്ളൂ. നിങ്ങൾ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് അവിടുത്തെ ചെടി വെട്ടി ഇവിടെ വെട്ടി അവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത് കൈക്കോട്ടിട്ട് കളച്ച് വൈകുന്നേരം 4, 4:30, 5 മണി വരെ ഇവിടെ നിങ്ങൾ കൈക്കോട്ടും വെട്ടെത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഞങ്ങൾ കയറത്തേണ്ടത് എത്രേ? നിങ്ങളെടുത്ത ഇബാദത്ത് അങ്ങനെ കൂട്ടിക്കച്ച് ഞാൻ അടുത്ത ട്രോൾ ഉണ്ടാക്കണ്ട. മനസ്സിലായില്ലേ? അന്തം കമ്മികൾ ഉണ്ടാണ് നാട്ടിലെ ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉള്ളുക്ക് വലിക്കും അന്തം കമ്മികൾ. അന്തംഗമ്മി ഇപ്പം വർഗീയവാദികളുടെ വലിയ ആഗ്രഹം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മോഹഭംഗത്തിലാണ് ഇനി അവർ വേദഗ്രന്ഥങ്ങളെ തൊട്ടു. ഇതുവരെ അവർക്ക് അതിൻ്റെ ആവശ്യം. അവർ വിചാരിച്ചതൊക്കെ നടക്കും എന്നാണ് അവർ ഇതുവരെ വിചാരിച്ചത്. ഈ മിനിഞ്ഞാന്നോടുകൂടെ അവരുടെ എല്ലാവിധ മോഹങ്ങളും സ്വപ്നങ്ങളും ചില്ല് കൊട്ടാനും പോലെ തകർന്നു വീണു. അപ്പോൾ ഇന്ത്യൻ പൊതുമനസ്സ് രക്ഷപ്പെട്ടു. എല്ലാവർക്കും നന്നായി തോന്നി. എന്നാൽ ഏത് ജനതയെയും നശിപ്പിക്കുന്ന ചില കുത്തിത്തിരിപ്പേര് ഇടക്കിടക്ക് അവിടെ എടുക്കുന്നുണ്ടാവും. അവർക്ക് ഇത് നശിപ്പിക്കല്ലാത്തൊരു നിർവാഹവും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഖുർആനിൽ നിന്ന് ഇവരെടുക്കും, ഗീതയിൽ നിന്ന് മറ്റൊരെടുക്കും, ബൈബിളിൽ നിന്ന് മറ്റൊരെടുക്കും, എന്നിട്ട് വെട്ടും. ഇങ്ങനെ കഷ്ണം വെട്ടും. ഖുർആനിൽ നിന്നൊരു കഷ്ണം എടുത്ത് ഇവിടെ വെട്ടും. വഖാത്തുൽ മുശ്രിക്കീന കാഫ കമാ യുഖാതിലുനകും കാഫ. ബൗദ്ധ വിശ്വാസികളെ നിങ്ങൾ ഒന്നടങ്കം നിങ്ങൾ യുദ്ധം ചെയ്ത് കൊന്നുകളയണം. അങ്ങനത്തെ ഒരു കഷ്ണം ഇട്ട് നാടാകെ പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഖുർആനൊക്കെ ഓതുന്നവരെന്നെ വിചാരിക്കും എന്ത് അങ്ങനെയാണ്. ഈ ഖുർആനെ നിരോധിക്കേണ്ട ഖുർആനാണ്. എന്തുകൊണ്ട്? കണ്ട ബൗദ്ധ വിശ്വാസികൾ മുഴുവനും പറയും കൊല്ലനാളല്ലേ പറഞ്ഞത്, ഇപ്പോഴല്ലേ തിരിഞ്ഞ് ഇതൊക്കെയാണോ ഖുർആൻ എന്ന് ഈ അമ്മൂട്ടി പറയും. നിങ്ങൾ എഴുതിച്ചു, ഇതില്ലാതെ ഈ ലോകം അവസാനിക്കൂല. ഇപ്പോൾ പറഞ്ഞു വരുന്നല്ല, ഇനി കുറച്ച് ഞാൻ മോഹഭംഗം സംഭവിച്ചു. പെണ്ണുങ്ങൾ തൊലാക്കെല്ലാം വേണ്ടിയിട്ടാണ് പോയത്. അവസാനം നാട്ടുകാരൊക്കെ കൂടിയിട്ട് എൻ്റെ കഴുത്തിൽ കുട്ടി ഇങ്ങോട്ട് തന്നെ വിട്ടാൽ നാളെ രാവിലെ മുതൽ പിന്നെ എന്താ ചെയ്യുക? അടുത്ത കുത്തിത്തിൽ പോകണം. കാരണം ഇത് നിൻ്റെ പെരടി നിനക്ക് ഒഴിവാക്കണം. അമ്മായിൻ്റെ മകളോട് പറഞ്ഞു ഞാൻ എന്നെ കെട്ടിക്കോളാം. ഇതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ചായ കൊണ്ടുവന്നാൽ ആദ്യത്തെ കുടിക്കുമ്പോൾ തുപ്പു. ഇതാണോ ചായ? നീ പുതിയ കുറ്റങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ട്? നിന്റെ ആവശ്യം, നിനക്ക് മോഹഭംഗം ഇന്നലെ രാത്രി സംഭവിച്ചു. എൻ്റെ മാല്യരും കൂടിയിട്ട് തൊലാക്കെല്ലാം വേണ്ടി നിയത്തെ തിരിച്ചു പോയി. പക്ഷെ 2 മാല്യരും കൂടിയിട്ട് എന്തായി ഉണ്ടാകുന്ന ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നല്ല കുട്ടിയാണ് ഒരു ഇവരിത് നടക്കൂല. അമ്മായിൻ്റെ മകളേറ്റ് ഒന്നിരിക്കലും വളയും കൊണ്ട് ചാടേണ്ടി വരും. അതിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം പൊടിക്കുന്ന സമയത്ത് എങ്ങനെ അമ്മായിൻ്റെ മകളെയും കൊണ്ട് ചാടുന്നു? കഴിച്ചില്ലല്ലോ. പിന്നെ ഞാൻ എന്തേ ഉള്ളൂ? ഓരോ ദിവസം അയൽവാസികളോട് ഓളെ കുറ്റം പറയാം. കുറ്റം ഉണ്ടാവും ചെയ്യും. ഇന്നലെ അലക്കാൻ കൊടുത്ത സാധനത്തിൻ്റെ ചെറിയ കളറുണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പുറത്തെ കുഞ്ഞാമ്മി താത്താനെ വിളിച്ചിട്ട് ഇതൊക്കെയാണ് ഇവിടെ കുഴപ്പം. ഇവിടെയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പം ഇന്ത്യയിൽ മോഹഭംഗം സംഭവിച്ചു. വർഗീയവാദികൾക്ക് മോഹഭംഗം സംഭവിച്ചു. വർഗീയവാദികൾ അവരുടെ സുവർണകാലം എന്നതിന് വിചാരിച്ച് നടന്നില്ല. മോഹഭംഗം സംഭവിച്ചു. അപ്പോൾ 90% ഇന്ത്യൻ മനസ്സ് ആഹ്ലാദിച്ചു. ഞാൻ എൻ്റെ വായന വായിക്കണം. നിങ്ങളെ വാപ്പാക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എൻ്റെ വാക്കപ്പാക്കും കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ വായിക്കാൻ കഴിയുന്നത്. അതായത് ഇന്ത്യയിലെ 90% ഇന്ത്യൻ മനസ്സ് നന്മ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ 10% കുത്തിത്തിരിപ്പേരുണ്ടാവും. ഇതെല്ലാ വിഭാഗത്തിലുണ്ടാവും.
മുസ്ലിമിലും ഉണ്ട്, ഇല്ലാന്ന് വിചാരിക്കണ്ട. ജക്ക് മക്കത്ത് നൂതിക്കൊടുന്ന ഔലിയപ്പാപ്പയാണെന്ന് ഇജ്ജു ചോദിച്ചു, ഞാൻ വിചാരിക്കില്ല. പറഞ്ഞ മനസ്സിലായി? അപ്പം ഈ കുത്തിത്തിരിപ്പേരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീ പ്രശ്നം ഉണ്ടാക്കി മുന്നോട്ട് പോകും. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നൊരു ഹിന്ദു ഖുർആൻ വിട്ടു, മുസ്ലിം ഗീത വിട്ടു, ഇവർ രണ്ടു കൂട്ടരും കൂടി ബൈബിൾ വിട്ടും ബൈബിളേനെ ഇങ്ങോട്ടും വിട്ടും. എന്നിട്ട് കൃഷ്ണനത്തിൽ പുറത്തേക്കിടും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബൈബിളുകാരൻ തന്നെ എന്ത് വിചാരിക്കും? നമ്മളെ ബൈബിളിൽ ഇങ്ങനെ കൊണ്ടു. ഖുർആൻകാരൻ എന്ത് വിചാരിക്കും? ഇങ്ങനെയാണ്, ഇത് ശരിയില്ലല്ലോ. ഇതാണ് ആഖിറുസമാൻ. അടിസ്ഥാനം മോഹഭംഗമാണ്. അത്ര നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഞാൻ എപ്പുറങ്ങൾ ആലോചിക്കും. ചില മോഹഭംഗങ്ങളാണ് ചില ക്ലിപ്പുകളുടെ ആധാരം. അപ്പം പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പകുതി മുക്കാലും വീഴും. ഇങ്ങനത്തെ ഒരു ക്ലാസ് നടത്തണ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? അതാണ് ഇനിയുള്ള കാലഘട്ടം. അനങ്ങിയ ഫിത്തനുണ്ടാവും, നല്ല വാക്കുകൊണ്ട് ഫിത്തനുണ്ടാക്കും. അപ്പം ഞങ്ങളോട് പറയാ, നിങ്ങൾ ചിന്തിക്ക്. ഒരു പരിധിൻ്റെ അവസാനം വരെ പറയാം. മുഹമ്മദ് അഹമ്മദ് എന്ന രണ്ടാളുണ്ടല്ലോ, അല്ലേ? ഒരാൾ എന്ന രണ്ടാൾ, ഇനി മൂന്നാളുണ്ട് അവിടെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഖൽഖിനെ പഠിച്ചത്? അതിൻ്റെ പൂർണ്ണത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ ആൾ അഹമ്മദായത്. ഇയാളെ പേര് അബ്ദ് എന്നല്ല, ഏറ്റവും ഇബാദത്തെടുത്ത ആൾ തന്നെയാണ്. പക്ഷെ അങ്ങനല്ല പേര്. പിന്നെന്താ? എന്തുകൊണ്ട്? അഹമ്മദിയത്താണ് ഇബാദത്തിന്റെ പൂർണ്ണത. ഇല്ലെങ്കിലോ അത് കൂലിപ്പണിയാണ്. നമ്മളെടുക്കുന്ന നിസ്കാരമൊക്കെ എന്താ? കൂലിപ്പണി. നീ നിസ്കാരം അവർക്ക് എത്തിക്കാൻ കഴിയും, നമുക്ക് കഴിയില്ല. നമ്മൾ അടിമുടി മാറ്റണം. നമ്മൾ എന്ത് ചെയ്യണം? ആശാരിനെ തേടി കണ്ടുപിടിക്കണം. ആശാരിനെ കിട്ടണം. എനിക്ക് ആശാരിനെ കിട്ടിയിട്ടുണ്ട്, പണ്ടുണ്ടായിരുന്നില്ല, പിന്നെ ആശാരിനെ കിട്ടി. ആശാരിനെ കിട്ടി ഞങ്ങൾ എന്താവും? നിങ്ങൾക്ക് രണ്ടാകാം. ആശാരിനെ കിട്ടിയിട്ട് കാര്യമില്ല. ഇച്ച് മുതലാളി ആയാൽ ആശാരി പണിയെടുക്കൂല, ഇച്ച് മരാകണം. തിരിഞ്ഞില്ല. ആശാരിൻ്റെ അടുത്ത് ആശാരി വകുപ്പിൽ മൂന്നാളുണ്ട്. ഏത് വകുപ്പിൽ മൂന്നാളുണ്ട്? പാടത്തെ പണിക്കൊരു തൊഴിലാളി വന്നാൽ അവിടെ മൂന്നാളുണ്ട്. ഏതാണ്? എന്താ നിങ്ങൾക്കൊക്കെ ഒച്ച നിൽച്ചോയോ? പാടത്ത് പണിക്ക് വേണ്ടി അപ്പുറത്തെ കുഞ്ഞവറം വന്നാൽ, നമ്മളെ പാടത്ത് കൈക്കോട്ട് കൊത്താൻ കുഞ്ഞവറാൻ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞവറാൻ വന്നാൽ, അല്ലെങ്കിൽ കുഞ്ഞം വന്നാൽ, മാധവം വന്നാൽ, മനസ്സിലായില്ലേ? അവിടെ മൂന്നാളുണ്ടാവും. മൂന്ന് സംഗതി ഉണ്ട്. ഒന്ന് കുഞ്ഞവറാൻ, തൊഴിലാളിയായ കുഞ്ഞവറാൻ. രണ്ട് തൊഴിലുടമയായ ആചാര്യ. മൂന്ന് തൊഴിൽ ചെയ്യേണ്ട ഫീൽഡ്. അതായത് തൊഴിലാളിയുണ്ട്, പാടമുണ്ട്, മുതലാളിയുണ്ട്. നീ ഈ തൊഴിലാളിയുടെ മുന്നിൽ രണ്ടിനും രണ്ട് പരിഗണനയാണ്. പാടത്തിനുള്ള പരിഗണന, പാടത്തോട് ഇടപെടും പോലെ ആചാര്യോട് ഇടപെട്ടാൽ 362 വകുപ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തും. തിരിഞ്ഞിട്ടില്ല. ഇവര് രണ്ടാളും നിൽക്കുകയാണ് ആരെ മുന്നിൽ? പാടവും ആചാര്യരും കൈക്കോട്ടത്തിലുന്നകാരനായ കുഞ്ഞവറാന്റെ മുന്നിൽ നിന്നു. ഇനി കുഞ്ഞവറാന് ആചാര്യോട് എന്താ ചെയ്യാ? ആചാര്യ പാടത്തിനോടോ? പാടമ്മേ അങ്ങനെ വരും. കൊത്തന്നെ കുത്തന്നെ കൊത്തിയിട്ട് ഇങ്ങോട്ട് തകയ്യുറം, അതിന്റെ വലനെ തകയ്യുറാക്കും. എന്നിട്ട് വിത്തിടും. അപ്പം മുളക്കും. അപ്പം നാട്ടുകാർക്കൊക്കെ കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളഅഫു ലിമൻ യശാ. ആചാര്യർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവൻ 1000 ലക്ഷം ദിവസം പണിക്കൊന്നാലും ആചാര്യ അഹങ്കാരിയായി അങ്ങനെ നടക്കും. എന്തുകൊണ്ട്? ആചാര്യ പങ്കുത്തിയിട്ടില്ല. അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേന് പാടം ആളും മാറി. ഇവിടെ തന്നെ ആശാരിന്റെ മുന്നിൽ രണ്ട് സാധനമുണ്ട്. ഒന്നും തൊഴിലുടമ, രണ്ടും മരം. തൊഴിലുടമയും ആശാരിയും തമ്മിലുള്ള ബന്ധമല്ല. തൊഴിലുടമയും ആശാരിയും തമ്മിലുള്ള ബന്ധം ഇവൻ കൽപ്പിക്കും, ആശാരി കേൾക്കും. അതേ സമയത്ത്
മരവും ആശാര്യം എന്താ ബന്ധം? ആശാര്യൻ വന്ന് മരം അങ്ങനെ നോക്കി, മരം എടുത്ത് അപ്പോഴത്തേന് എന്ത് ചെയ്ത് ഇങ്ങനെ വള്ളം വെച്ച് അവിടെ വെച്ച് ഇവിടെ വെച്ച്. ഇത്ര വണ്ണം ഉണ്ടായിരുന്നു ആര് വേറെ തൃശ്ശൂരുകാരെ റപ്പതിൻ്റെ വണ്ണം അടിക്കുറ്റിയൊക്കെ അങ്ങനെ എത്ര വണ്ണം ഉണ്ടായിരുന്നു. എന്ത് മരം? ആ മരത്തിന് മണ്ണിലെ ജാതി പണ്ടുണ്ടായിരുന്നു. നമ്മളെ എന്താ പറയുക, പണ്ടുണ്ടായിരുന്നു എന്താ പറയുക, ഈ മാർബിളിൻ്റെ ഒക്കെ പരസ്യത്തിൽ ഒരു ജപ്പാനി ഇങ്ങനെ കൊമ്പിട്ടുന്ന ഒരു ഫോട്ടോ ഒരു 10-20 കൊല്ലം നമുക്ക് സ്ഥിരം കണ്ടി. നമുക്ക് ഓർമ്മയുണ്ട്. എന്ത് ഫറൂഖ് ഇപ്പുണ്ടോ? ഞാൻ ഫറൂഖിൽ അന്ന് പിന്നെ ഫറൂഖിൽ എപ്പോഴും ബസ്സിന് വന്നിട്ട് അത് സ്ഥിരം ഞാൻ കണ്ടു. ഞാൻ ഇതിനാണ് അതിൻ്റെ മനസ്സിൽ പോകാത്തൊരു ചിത്രം. ഒരു ചങ്ങായി എന്തിനാണ് ഈ മാർബിളിൻ്റെ പരസ്യത്തിൽ ഒരാളെ കൊമ്പിട്ടിക്കണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരാൾ ഒരു ജന്തു, ഒരു ജപ്പാനിയായ ഒരു ജന്തു, ജപ്പാനിയാന്നാ തോന്നുന്നത്, കോലം കണ്ട ജപ്പാനിയ, ഒരു ജപ്പാനിയായ ജന്തു ഇങ്ങനെ കുമ്പിട്ടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മാർബിളിന്റെ പരസ്യത്തിൽ. ഈ ജാതി വലിയ മരം, ആ മരത്തിന് ആശാരിക്കട കൊടുത്ത ആശാരി എന്താക്കും? ആശാരി എന്താക്കും? ആദ്യം വാൾ ഇവിടെ വെച്ച്, പിന്നെ വാൾ ഇവിടെ വെച്ച്, പിന്നെ അടുകൾ അങ്ങനെ തന്നെ തന്നെ തന്നെ. പിന്നെ 10 മണിയാകുമ്പോഴത്തിന്, 8 മണിക്ക് തുടങ്ങിയതാ, 10 മണിയാകുമ്പോഴത്തിന് ഇത്ര പോണ മരത്തിനെ ആശാരി ഇത്രയാക്കി. പിന്നെ അതിനെ കഷ്ണാക്കി, പിന്നെ അത് 10 കഷ്ണാക്കി, പിന്നെ അവൾ രണ്ടായി, പിന്നെ അതിനെ ചിപ്പിൽ കിട്ടി അവിടെ ഉന്തി അതിനെ തലഭാഗത്ത് ഇങ്ങനെ തുളച്ച് കയറ്റി. ഏതായാലും 4 മണിയാകുമ്പോഴത്തിന് 1-ാം നമ്പർ കസേര. ഇനി ഖിയാമത്ത് നാള് വരുന്നത് നോക്കിയാൽ മതി. ഇരിക്കണതിനൊരു പേടി പിടിച്ചണ്ട. ഖിയാമത്ത് നാൾ വരെ ആ കസേര കിട്ടില്ല. ആജാതി കസേര, ഈട്ടി കസേര, ഈട്ടിയുടെ കസേര 1-ാം നമ്പർ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂർ ഊതുന്ന നേരത്തെ ആ കസേരയും കൊണ്ട് നമുക്ക് മത്സരിക്ക് പോകാൻ കഴിഞ്ഞാൽ മത്സരയിലിരിക്കാം. ആചാരി കസേര. പക്ഷെ എന്ത് വേണ്ടിയൊന്നും ഇപ്പം ജനങ്ങൾക്കൊക്കെ ഉപകരിച്ചു, എല്ലാവർക്കും ഉപകരിച്ചു. മനസ്സിലായില്ല, ഇത് വഴിപ്പെട്ടു ആർക്ക്? ആശാരിക്ക്. അതേ സമയത്ത് ആശാരി 25 ദിവസം അവിടെ പണിയെടുത്തതിന് മുമ്പേ ഒരു മോശകോടനാണ് ഈ പരക്കാരൻ. വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ആശാരിപ്പിടിക്ക് വന്നത്. കാരണം ഇയാൾ ആരൊക്കെ പറ്റൂല, ഇയാൾ പേരേക്ക് പണിക്കോയ കൊടുക്കും. ആ ജാതി മോശക്കൂടന 25 ദിവസവും ഇയാൾ പണിയെടുത്ത് 1-ാം നമ്പർ കസേര ഉണ്ടാക്കി കൊടുത്തിട്ടും എന്തായില്ല? ഇയാൾ നന്നായില്ല. ഇയാൾ നന്നാവില്ല. എന്തുകൊണ്ട് നന്നാവില്ല? വാള് ഇയാളെ പുറത്ത് വെച്ചിട്ടില്ല. ചിലപ്പോൾ വാളം നോങ്ങിയാൽ തന്നെ പിന്നെ നന്നാവുന്നു. പിന്നെ എനിക്ക് മരത്തിന് മാത്രമല്ല വാൾ വെക്കാൻ, എനക്കും വാൾ വെക്കാൻ എനിക്ക് കഴിച്ചിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ മുപ്പര് സാധുവായി നിൽക്കും ചെയ്യും. മരത്തിന് വാൾ വെക്കും പോലെ വാൾ വെക്കും ഞാനെന്ന് പറഞ്ഞാൽ മതി, വാൾ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ ഒരുത്തൻ്റെ മുന്നിലാണ് നിന്ന് കൊടുക്കണം. ഞാനാണ് ഔലിയപ്പാപ്പാന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്താ ചെയ്തത്? എന്താണ് ഇബാദത്തിൻ്റെ പൂർണ്ണത? പറയും. ഇബാദത്താണ് അതാണ്. എന്ത് പ്രശംസ? ആരെ? അല്ലാഹനെ. നീ പ്രശംസിക്കപ്പെടേണ്ടവനായ വ്യക്തിയാണെന്ന് ഓർത്തുകൊണ്ട് നീ ഒരു മജ്‌ലിസിലേക്ക് പോയാൽ അവിടെ കിട്ടിയത് മതിയാകാതെ നീ മടങ്ങും. അയാൾ പ്രശംസിക്കപ്പെടേണ്ടവനാണെന്ന് വിചാരിച്ച് നീ ഒരു മജ്‌ലിസിലേക്ക് പോയാൽ അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയിലും നീ മടങ്ങും. അങ്ങനെ തന്നെയല്ലേ? മക്കളെ ഒന്ന് പറയേ, തലക്കുടുക്കി ഇവിടെ പോയത് എന്നെ. പക്ഷെ രണ്ടിനും 2 മനസ്സാണ്. അവരെന്ത് വന്നാലും ഞാനിവിടുത്തെ ഈ ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ മഹാനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സദസ്സിലേക്ക് ചെന്നതെങ്കിൽ നിനക്ക് എന്തിട്ടും മതിയാവില്ല. അപ്പോൾ അവർ നിനക്ക് അവിടുത്തെ ഏറ്റവും രാജധാനി കസേര ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിനക്ക് മതിയാവില്ല. പുറത്ത് കുത്തുന്നുണ്ട്. ഇത് വേണ്ടില്ലേ? ഇതല്ല, ഇവരെ ഏതോ തൽക്കാലം കസേര എടുത്തിട്ടുണ്ടാവും. അതൊക്കെ രാവിലെ തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒരു മഹല്ലിൻ്റെ പള്ളിൻ്റെ പ്രസിഡന്റ് അവിടെ ഖുത്ബോദിരുന്ന ഖത്തീബ് വെള്ളിയാഴ്ച ഇരിക്കുന്ന മിമ്പറിൻ്റെ ഇരിക്കണ ഭാഗത്ത് സ്പോഞ്ച് വെക്കണം എന്ന് മഹല്ലിൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞു. പലവട്ടം പറഞ്ഞിട്ടും പ്രസിഡന്റ് അത് കേൾക്കാത്തതിൻ്റെ പേരിൽ അവിടുന്ന് രാജിവെച്ച് പോയ സംഭവം ആ പ്രസിഡന്റിനോട് പറഞ്ഞു. ഈ പ്രസിഡന്റ് ഇവിടെ ക്ലാസ്സിനിടക്കിടക്ക് വരുന്ന ആളുമാണ്. ഇതൊക്കെ സംഭവം വലുതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ ചൂണ്ടി കാണിച്ചു തരാം. അയാൾ നിങ്ങളോട് പറയും.
മനസ്സിലായില്ല. എന്തേ ഇപ്പം ഇവിടെ നടക്കണുള്ളൂ? ഹുത്തുബയിലിൻ്റെ ഇടയിൽ വരുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹിന്ന് ഇരിക്കുമ്പോൾ ഇയാൾ ബാങ്ക് കൊടുക്കും. അപ്പം ബാങ്കിൻ്റെ നേരം അവിടെ ഒന്ന് ഇരിക്കണം. പിന്നെ 2 ഖുതുബൻ്റെ ഇടയിൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണ നേരവും ഇരിക്കണം. അതിലെന്തുണ്ടായില്ല പറയടാ. സോഞ്ചില എന്നുള്ള പേരിലാണ് രാജിച്ചത് 10-25 മുമ്പ്. ആ പള്ളി പ്രസിഡന്റ് ഇവിടെ സ്ഥിരമായി ക്ലാസ്സിന് വരാറുണ്ട്. ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ ഒന്ന് അവനോട് ചോദിച്ചാൽ എന്തുകൊണ്ട് അത് ഈ വ്യക്തി, ഞാൻ ആളെ പറഞ്ഞിട്ടില്ല, ആളോട്ട് പറയൂല. സുന്നി മുജാഹിദോ മറ്റോ അതും പറഞ്ഞില്ല, ആരും ആകാം അതും പറഞ്ഞില്ല, ഒന്നും പറയില്ല. പക്ഷെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, എന്തുകൊണ്ട് ആനുകൂല്യങ്ങൾ മതിയായില്ല? അവിടെ മനുഷ്യൻ കിട്ടിയാൽ മതിയാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതേ സമയത്ത് വേറൊരാൾ, ആ ആൾ പ്രശംസിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ് എന്നത് ആ വ്യക്തിയെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരത്ത് എന്തു കൊടുത്താലും നിങ്ങൾക്ക് മതിയാവില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ അത് മനുഷ്യൻ്റെ. ഷെയ്ഖ് മൂസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് അബുദാബിയിലേക്ക് വിളിച്ചു. 2015 മറ്റോ ഒന്ന് നീ ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നു. അങ്ങനെ വന്നു. ഞാൻ പോയി അവരോട് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി പോയി. ഇതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ പോയി. അങ്ങനെ ഞാൻ അങ്ങനെ പോയി. പിന്നെ ചെന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എത്രയാ പിന്നെ കേരളത്തിലേക്ക് എത്രയാ വിമാന ടിക്കറ്റിൻ്റെ പൈസ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നത്തെ ടിക്കറ്റിൻ്റെ വിലയും റിട്ടേണിൻ്റെ വിലയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു അതൊന്നും ചെയ്യണം, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ടിക്കറ്റൊക്കെ ഞങ്ങളെല്ലാവരും കൂടി എടുക്കൂല, അതൊന്നും ഇപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇങ്ങനെ പലതും ചോദിച്ചു. പിന്നെ ഞാൻ പിന്നെ തിരിച്ചു പോരുക. അപ്പോൾ അദ്ദേഹം ഒരു സാധുവായ മിസ്കീനായ മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പൈസ ദിർഹം ചുരുട്ടി കൂട്ടിയിട്ട് എൻ്റെ പോക്കറ്റിലിട്ട് എനിക്ക് വേണ്ടായിരുന്നു. ഞാനൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലേനും, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അപ്പോൾ എന്താ സംഭവം? പോക്കറ്റ് ചുറ്റി ഞാൻ തന്നതാണ് തടയല്ലേ പോക്കറ്റ്. പിന്നെ തലയെ കെട്ടെടുത്താണ് എൻ്റെ വക എനിക്ക് തലയെ കെട്ടാണ്. പിന്നെ എനിക്ക് നീളം കുപ്പായം, അവരിട്ട നീളം കുപ്പായം അങ്ങനെ തന്നെ അറബികളൊരു നീളം കുപ്പായം ഇങ്ങനെ അതെടുത്തിട്ട് അത് എന്നെ അണിയിച്ചു. അങ്ങനെ കൈ കെട്ടിയൊക്കെ നിൽക്കുന്നു. പിന്നെ എന്നെ 6ാം നിലയിൽ ലിഫ്റ്റിന് താഴെ ഇറങ്ങുന്ന സമയത്ത് വടി കുത്തി വന്ന് ലിഫ്റ്റിൽ നിന്ന് എന്നെ യാത്രയാക്കുമ്പോൾ വേറെ കുറച്ച് ആളുകളുണ്ട്. യാത്രയാക്കുമ്പോൾ ഇങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഇതുകൊണ്ടേക്കോ അവിടെ കാണും. അതെന്താ മനസ്സിലായി? അവിടെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ വർക്കത്തിനൊരു പ്രത്യക്ഷത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല വളരെ ഭംഗി വെച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടികളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രാത്രി ഇല്ലാതെയാവുകയോ നിങ്ങൾക്കൊരു വിഷമമുണ്ടാവുകയോ ചെയ്യാതാണെങ്കിൽ നിങ്ങൾ ആ വടി പിടിച്ചിട്ട് അള്ളാഹുവിനെ ദുആ ചെയ്താൽ മതി. ഈ വടി പിടിച്ച അവരുടെ ഹക്കുകൊണ്ട് ഞങ്ങളെ ഭയം നീക്കിത്തരണം, അള്ളാഹു ഭയം നീക്കിത്തരും. അങ്ങനെ അത്രയും വലിയ ആളാണ് ആ വടി പിടിച്ച്. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കുക, ഒന്നല്ലാത്തൊരു മനുഷ്യനെ കൊടുക്കുക, അത് മതിയാകാതെയാകുക. സത്യത്തിൽ നമ്മളാ കൊടുക്കുക, നമ്മുടെ രീതി അനുസരിച്ച് അവർക്കാ കൊടുക്കുക, ഇങ്ങോട്ടില്ല. എന്താ അതിന് കാരണം? ഞാൻ പറഞ്ഞിട്ട് വന്നതാ. അപ്പോൾ ഞാൻ എന്ത് കൊടുത്താലും മതിയാവില്ല എന്നാ അവരെ മനസ്സാണ്. പൈസ കൃത്യ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി അടക്കം, മൂത്തേർത്തെത്താനുള്ള വണ്ടിക്കൂലി അടക്കം ആ പൈസയിലുണ്ട്. അവരൊരു മിസ്കീന വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ തന്നിട്ട് മതിയാവണില്ല. എന്തുകൊണ്ട്? ഒരു ദിവസത്തെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞു വന്നതാണ്. ഒരാളോട് ഒരാൾക്ക് സ്നേഹം കയറിയാൽ കൊടുത്താൽ മതിയാവില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖൽബിൽ കയറിയാൽ നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല. അള്ളാഹ്ക്ക് അത്രയല്ലേ ഉള്ളൂ. തലയെ കെട്ടും തൊപ്പിന്നു അള്ളാഹ് കൊടുക്കണ്ടല്ലോ. അള്ളാഹ്ക്ക് എന്ത് കൊടുക്കണ്ടുള്ളൂ? പറയ കുട്ടി എന്ത് കൊടുക്കണ്ട്? പ്രശംസ. പള്ളി അറിയാം, കക്കൂസ് അറിയാം. അല്ലാഹുവേ പഠിച്ചോനെ, പള്ളി അറിയാ, കക്കൂസ് അറിയാ. എന്താ കക്കൂസ്? കക്കൂസറണ്ട നല്ലൊരു മുതലിറങ്ങാൻ പോവുകയാണ്. ഈ ആഴ്ച ട്രോളാം. നല്ല മുതലിറങ്ങാൻ പോവുക. എന്താണടാ പള്ളി? അതന്നെയാണടാ കക്കൂസും. എന്താണടാ കക്കൂസ്? അതന്നെയാണടാ പള്ളി.
രണ്ടും മെറ്റീരിയൽ എന്ന നിലയിൽ രണ്ടും ഒന്നാണ്. എന്താണ് പള്ളി? എന്താ പള്ളി? അടിയിൽ കരിങ്കല്ല്, അതിൻ്റെ മേലെ വെട്ടല്ല്, അതിൻ്റെ മേലെ മനസ്സിലായില്ലേ വെട്ടല്ല് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയ് അസിനാജ് പറയ്, എന്താണ് പള്ളി? അടിയിൽ കരിങ്കല്ല്, അതിൻ്റെ മേലെ വെട്ടല്ല്, അതിൻ്റെ മേലെ അരഞ്ച്, ഒന്നരഞ്ചല്ല അരഞ്ച് സിമന്റ് കുഴച്ച് ഇട്ടു ഇതല്ലേ. പിന്നെ എന്ത് ചെയ്തു? ഈ വെട്ടല്ലിനെ മനസ്സിലായി കരിങ്കല്ലിന്റെ ഇടയിൽ എന്ത് ചെയ്ത് ഒന്ന് ഇടക്കൊന്ന് പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ പൂശി. ചുമര് നല്ല സിമന്റും മനസ്സിലായില്ലേ, സിമന്റും മറ്റേ മണലും അല്ലെങ്കിൽ എംസാൻഡ് കൂടി പൊതിഞ്ഞ് എന്നിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്തു? വൈറ്റ് വാഷ് അടിച്ചു. ഇതാണല്ലോ എന്ത് പള്ളി. ഇതന്നെയല്ലടാ കക്കൂസ്. കക്കൂസ് തന്നെയാണ് പള്ളി, പള്ളി തന്നെയാണ് മെറ്റീരിയൽ എന്ന നിലയിൽ. തലക്ക് കൊടുക്ക്, അന്തത്തോടു കൂടി അറിയിക്ക്. എന്താണോ പള്ളി അതാണ് കക്കൂസ്, എന്താണോ കക്കൂസ് അതാണ് പള്ളി. ഇനി ഇവിടെ കട്ടിതാ അപ്പുറത്ത് ഇവിടെ കട്ടി. മോഹഭംഗം സംഭവിച്ചവരുണ്ട്, അവർക്ക് കട്ടിയല്ല നിർവഹല്ല. ഓലെ അടപ്പിട്ട് പൂട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു കിണിക്കാൻ കഴിയില്ല. ഭൂമി കൊണ്ട ഏറ്റവും വലിയ ക്രൂരന്മാർ വഹാബികളാണ് എന്ന് ഞാൻ പൂട്ടിക്കഴിഞ്ഞ് കുടത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മന്ദപ്പ് ബാധിച്ച സുന്യാളെ താലിയെ കയറില്ലെന്നേ. ദുനിയാവിൻ്റെ അറദുൽ ഹയാത്ത് ദുനിയൻ്റെ പിന്നാലെ പായാണ് സുന്യാൾ. അതുകൊണ്ട് കുഞ്ഞേക്കത് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു മോഹഭംഗം സംഭവിച്ചു. ഒരു വിളയാടാൻ വന്നതാ, വിളയാട്ട് നിർത്തേണ്ടി വന്നു. അവർ മോഹഭംഗം ഉണ്ടാവും. അപ്പോൾ ഒരു കട്ടിയല്ല ഞങ്ങൾക്ക് നിർവാല്ല. ഇതൊന്ന് പള്ളി എന്ന് പറഞ്ഞാലും കക്കൂസ് എന്ന് പറഞ്ഞാലും മിൻഹയത്ത് ഇന്നഹും മെറ്റീരിയൽ എന്ന നിലയിൽ ഒന്ന് രണ്ടല്ല. ഇനി ഇത് രണ്ടും രണ്ടാക്കുന്ന എന്താ? ഒന്ന് പിശാച് ഉണ്ടാകുന്നത് കൊണ്ട് ഓടുന്ന സ്ഥലം, ഒന്ന് അള്ളാഹുവിൻ്റെ പ്രശംസ കേട്ട് ഇരിക്കാൻ കൂടുതൽ താല്പര്യമുള്ള സ്ഥലം. വ്യത്യാസം. അതുകൊണ്ട് ഒന്നേറ്റം ഉന്നതമാണ്, ഒന്നേറ്റം മോശമാണ്. ഒന്നിൽ അള്ളാഹിൻ്റെ പ്രശംസ, രണ്ട് പിശാചിനെ ലയനത്ത് ചെയ്യുക. കക്കൂസിൽ കയറുമ്പോൾ നമ്മൾ ആരെ ലയനത്തിയാണ്? പറയട കുട്ടി, ആരെ? പിശാചിന്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അള്ളാഹുവിൻ്റെ ഈ ഓർക്കാൻ പോലും പാടില്ല. ആണോ അല്ലേ? ഒറ്റ മെറ്റീരിയല രണ്ടും. ഒരേ പാറക്കുറിനാ രണ്ടിലും കണ്ടുപിടിക്കുന്നത്. എന്നല്ല ഉദ്ഘാടനം ആദ്യം ചെയ്തത് നോക്കുകയാണെങ്കിൽ കക്കൂസ. കക്കൂസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ പള്ളിന്റെ ഉദ്ഘാടനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ്. കക്കൂസിന്റെ പണി കഴിഞ്ഞില്ല, പള്ളിപ്പണി കഴിഞ്ഞു, നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അതുണ്ടാവില്ല. എന്തുകൊണ്ട്? പള്ളിപ്പണിക്ക് കുറച്ച് കമ്മി ഉണ്ടെങ്കിലും ആരും ക്ഷമിക്കും. നമുക്ക് നാളെയും സാരില്ലാചാര്യ നമുക്ക് നാളെ ആക്കാം. അത് മെല്ലെ പള്ളിപ്പണി അല്ലെങ്കിൽ തീരലുള്ളൂ. കക്കൂസിൽ ക്ലോസറ്റ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. നമുക്ക് പള്ളിയെ ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ല, അത് നടക്കില്ല. മനുഷ്യന്മാർ പള്ളിയൊക്കെ കയറി വരുമ്പോൾ മനുഷ്യനാണ് റായത്തായിട്ടാണ് പള്ളിയൊക്കെ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? സുജൂദല്ല. ആദ്യം ചെയ്യുന്നത് നിന്റെ രണ്ട് ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടലാണ് ആദ്യം ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഉദ്ഘാടനം. അങ്ങനെ തന്നെയല്ലേ? ഇന്നെ നോക്കി പഠിപ്പിച്ചില്ലടാ. സ്വാതന്ത്ര്യം കിട്ടാത്തൊരു പറയണ്ട. എൻ്റെ പാപ്പാക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ്, നിങ്ങളെ പാപ്പാക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല നിങ്ങൾ പറയണ്ട. എൻ്റെ പാപ്പാക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയ പാപ്പാൻ്റെ മകനായ ഞാൻ. അപ്പം എനിക്ക് പേടില്ല. കക്കൂസ ആദ്യം ഉദ്ഘാടനം ചെയ്യാം. നീ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന വ്യക്തിയും ആദ്യം എന്താ ഉദ്ഘാടനം ചെയ്യാം? പറയേ. കക്കൂസ് പോയി ഒക്കെ റായത്തായി മൂത്രിച്ച് എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്ത് ഒതുർത്ത് വന്ന് പള്ളീൻ്റെ ഉദ്ഘാടനം നേരം പോകും. കക്കൂസിൻ്റെ ഉദ്ഘാടനം നേരം പോകിയാൽ പിന്നെ പോയി തുണിയപ്പം മാറ്റേണ്ടി വരും. പള്ളി ഉദ്ഘാടനത്തിന് ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ലെങ്കിൽ ഉദ്ഘാടനം നേരം വൈകും. മറ്റിടത്ത് ഫോട്ടോഗ്രാഫറെ കത്തുന്നാലേ ട്രൗസർ പൊളിയും. ഇതൊക്കെ തലക്ക് കയറ്റി. അപ്പൊ മെറ്റീരിയൽ എന്ന നിലയിൽ ഒന്ന്, പ്രശംസ എന്ന നിലയിൽ രണ്ടാണ്. ഇവിടെ ആകെ ഫർക്കുള്ളൂ. ഇവിടെ നിന്ന് കേൾക്കണത് അല്ലാഹു അക്ബർ, അവിടെ നിന്ന് കേൾക്കണത് ലഅനത്തുല്ലാഹി അലൈഹി.
എന്തേ അങ്ങനെ തന്നെയല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അല്ലേ അങ്ങനെ തന്നെയല്ലേ? ആൺപിശാചിനെയും പെൺപിശാചിനെയും തൊട്ട് ഞാൻ ഓടുകയാണ് എന്ന് നിർബന്ധാവസ്ഥയിൽ വന്നതാ. അതോ അവിടെ അതല്ല. അല്ലാഹു അക്ബർ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് രോമാഞ്ചം. കാരണം അതിനേക്കാൾ വലിയ വാക്കില്ല. എന്താണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തിരിഞ്ഞാലും തിരിയില്ല. അതുകൊണ്ടാണ് ഇന്നും മനുഷ്യന്മാർ തർക്കിക്കുക. തൗഹീദ് അതാണ്, തൗഹീദ് ഇതാണ്, തൗഹീദ് മറ്റതാണ്, തൗഹീദ് മറിച്ചതാണ്. അല്ലാഹു അക്ബർ തിരിയാത്ത ഒരാളുമില്ല. അത് പച്ച മലയാളം പോലത്തെ അറബിയ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, ഉന്നതനാണ്. ഇതല്ലേ പറ. അവിടെ ബാങ്ക് കൊടുത്താലും ആദ്യതാണ് കേൾക്കുന്നത്, ഇഖാമത്ത് കൊടുത്താലും അതന്നെയാ, നിസ്കരിക്കുകയാണെങ്കിലും അതന്നെയാ. അപ്പൊ പള്ളിയെ പള്ളിയാക്കിയത് ഈ മെറ്റീരിയൽ അല്ല, പിന്നെന്താ? പ്രശംസ. ആരോടുള്ള പ്രശംസ? അപ്പൊ ഈ അവിടെ ചെയ്യുന്നതിന്റെ ടോട്ടലിൽ എന്താ വരേണ്ടത്? പ്രശംസ. നിന്റെ നിൽക്കലും ഇരിക്കലും ഒന്നുമല്ല. നിന്റെ നിൽക്കലോ ഇരിക്കലിലോ ഒന്നും കണക്കില്ല. പ്രശംസയുടെ ഭാഗമായി നിന്നാൽ ആ നൃത്തത്തിന് വിലയുണ്ട്. പ്രശംസയുടെ ഭാഗമായി ഇരുന്നാൽ അതിനുണ്ട്. എന്തിനാ നീ സുജൂദ് കടന്ന് പ്രശംസിക്കാന്? എന്തിനാ നീ വളഞ്ഞു കുത്തി റുക്കുവിൽ നിന്ന്? എന്തിനാ നിന്ന്? പറ, എന്തിനാ നിന്ന്? പ്രശംസിക്കാന്. എന്തിനാ സുജൂദ് കടന്ന് പ്രശംസിക്കാന്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. റുക്കൂ കടന്ന് എന്തിനാ? പ്രശംസിക്കാൻ. സുജൂദ് കടന്നത് എന്തിനാ? പ്രശംസിക്കാൻ. പിന്നെ ഇരുന്നത് എന്തിനാ? അത്തഹിയ്യാത്ത് എന്താ? തിരുമുൾ കാഴ്ചകൾ സമർപ്പിക്കാൻ, പ്രശംസ സമർപ്പിക്കാൻ. തിരുമുൾ കാഴ്ചയായി ആർക്ക്? ലില്ലാഹ്. അപ്പൊ ആ ഇരുത്തം പ്രശംസനീയാണ്. അപ്പൊ അവിടെ നടക്കുന്ന ടോട്ടലും എന്താ? പ്രശംസയാണ്. പ്രശംസക്ക് ഒരു കാര്യമുണ്ട്, സ്നേഹമില്ലാതെ പ്രശംസിച്ചാൽ മുനാഫിഖാവും. അപ്പൊ നിസ്കാരം ആകത്തുക ഇദ്ഹാറു മഹബ്ബത്തില്ലാഹി തആല, അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ്. എന്ത്? നമസ്കാരം. കൂലി കിട്ടാതെ